ഈ മാർച്ച് 5-ാം തീയതി എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായമാണ്. ദയവായി അധ്യായം നിങ്ങളെല്ലാവരും വായിക്കണം. മിസ്രൈമിൽ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഫറവോൻ്റെ ധിക്കാരത്തിനെതിരെ മോശയും അഹരോനും നടത്തിക്കൊണ്ടിരുന്നതായിരിക്കുന്ന വീര്യപ്രവൃത്തികൾ ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. മിസ്രൈമിൽ മീതെയുള്ള ദൈവിക ന്യായവിധി പൂർത്തിയാകുകയാണ് ഈ അധ്യായത്തിൽ. ഈ ഒന്നുകൂടെ കഴിഞ്ഞാൽ വിമോചനമായി. എന്നാൽ വിമോചനത്തിന് മുൻപ് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ 11-ാമത്തെ അധ്യായത്തിൽ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ മക്കളെ 430 വർഷങ്ങളാണ് മിസ്രൈമിൽ കഴിച്ചു കൂട്ടിയത്. അവിടെ അവർ അധ്വാനിച്ചു. ആദ്യത്തെ അനേക വർഷങ്ങൾ, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ, അവർക്ക് സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും കാലമായിരുന്നു. അവർ വലിയ വലിയ വീടുകൾ പണിയുകയും സംഭാര നഗരങ്ങൾ പണിയുകയും ഒക്കെ ചെയ്തു. അവരൊരുപാട് പണികൾ ചെയ്തു. അതിനുശേഷമുള്ളതായിരിക്കുന്ന ഏതാണ്ട് 200 വർഷങ്ങൾ അവർക്ക് കഠിനമായിരിക്കുന്ന കാലമായിരുന്നു, ഉപദ്രവം സഹിച്ച കാലം. അന്നാണ് അവരെ ഫറവോനും അതുപോലെ മിസ്രൈമിലെ ആളുകൾക്കും വേണ്ടി വലിയ വലിയ സംഭാര നഗരങ്ങൾ, ധാന്യങ്ങൾ ശേഖരിക്കുവാനുള്ള സംഭാര നഗരങ്ങൾ പണിയുകയും മറ്റുമൊക്കെ ചെയ്തു. വളരെ കഷ്ടപ്പെട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ 430 വർഷങ്ങൾ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ സമ്പാദിച്ചതെല്ലാം അവിടെ ഇട്ടിട്ടാണ് അവരെ താമസിയാതെ അവിടെ നിന്ന് പോരേണ്ടത്. അത് ശരിയാണ്. ഒന്നുമില്ലാതെ വെറും കയ്യോടെ 430 വർഷം ഒരു സ്ഥലത്ത് ജീവിച്ചിട്ട് വെറും കയ്യോടെ ഇറങ്ങിപ്പോവുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ദൈവം നീതിമാനാണ്. അവന് കൂലി കൊടുക്കും, അധ്വാനത്തിന് കൂലി കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ മിസ്രൈം വിട്ട് പോരുമ്പോൾ വെറും കയ്യോടെ പോരരുത് എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളുടെ അധ്വാനത്തിന് ന്യായമായിരിക്കുന്ന കൂലി കൊടുത്തിട്ട് തന്നെ വേണം അവരോടൊന്ന് പോകാനായിട്ട്. അതിന് ദൈവം ഒരു വഴി ഒരുക്കി. ഇസ്രായേൽ മക്കളോട് മോശയോട് പറഞ്ഞു, എല്ലാ ഇസ്രായേലിനോടും പറയണം അവരുടെ അയൽക്കാരോടൊക്കെയും സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും ഒക്കെ ചോദിക്കുവാനായിട്ട്. അവരങ്ങനെ ചോദിച്ചു. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോവുകയാണ്, ഞങ്ങൾക്കങ്ങനെ നഗ്നമായ കഴുത്തുകളോടും അത് ആഭരണമില്ലാത്ത കൈകളോടും കൂടി ഒന്നും പോകാനായിട്ട് ഒക്കെയില്ല. അത് ഞങ്ങൾക്ക് നാണക്കേടാണ്. ഞങ്ങളുടെ ദൈവം പറഞ്ഞിരിക്കുന്ന വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടു കൂടെയൊക്കെ വരണമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ ആഭരണങ്ങളൊക്കെ തരണമെന്ന് പറഞ്ഞു. സന്തോഷത്തോടെ. അതേക്കുറിച്ച് പറയുന്നത് ദൈവം മിസ്രൈമിയർക്ക് ഇസ്രായേൽ മക്കളുടെ നേരെ സൗഹൃദ മനോഭാവം തോന്നിച്ചു എന്നാണ്. സൗഹൃദ മനോഭാവം തോന്നിച്ചു. ദൈവം അവരുടെ ഹൃദയങ്ങൾക്ക് വ്യതിയാനം വരുത്തി. ചോദിച്ച സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും അവരെ സന്തോഷത്തോടെ നൽകിയെന്നാണ്. സന്തോഷത്തോടെ നൽകി. മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം നാം എപ്പോഴും ഓർക്കണം. കയ്യിലിരിക്കുന്ന സ്വർണവും വെള്ളിയും മുഴുവനും ഈ അടിമകളായി അവിടെ കഴിഞ്ഞതായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ ചോദിച്ചപ്പോൾ എടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് സാധാരണ സംഭവമല്ല. നമ്മുടെ വീട്ടിലെ ജോലിക്ക് നിൽക്കുന്ന ആളുകൾ വൈകിട്ട് വന്നിട്ട് അമ്മാമ്മേ ഇവിടെയുള്ള സ്വർണവും വെള്ളിയും ആഭരണങ്ങളെല്ലാം മാലയും കമ്മലും വളയും മോതിരമല്ല ഞങ്ങൾക്ക് തരണേ, ഞങ്ങൾ നല്ല അമ്പലത്തിൽ പോവുക, ആരാധിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ കൊടുക്കുമോ? കൊടുക്കുകയില്ല. പക്ഷേ അവരുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലായിരുന്നത് കൊണ്ട് ദൈവം ആ ഹൃദയങ്ങൾക്ക് വ്യത്യാസം വരുത്തി. ഇസ്രായേൽ മക്കളോട് അവർക്ക് സന്തോഷം തോന്നി. ശരി, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ആരാധിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ തരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആഭരണങ്ങളെല്ലാം കൊടുത്തി. അയൽക്കാരുടെ ഹൃദയങ്ങളെ ദൈവമാണ് നിയന്ത്രിച്ചത്. അത് അയൽക്കാരെല്ലാം സന്തോഷത്തോടെ നൽകിയെന്നാണ്. സന്തോഷത്തോടെ നൽകിയത്, ദുഃഖത്തോടല്ല നൽകിയത്. പക്ഷേ വാസ്തവത്തിൽ അവരെ കൊള്ളയടിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ അവർക്ക് മനസ്സിലായി, ജംഗിളിൽ കിടന്ന് ഇവരക്കരെ പോയപ്പോൾ എല്ലാം പോയല്ലോട്, അവരും പോയി, നമുക്കുള്ളതും പോയല്ലോ, നമ്മൾ ഇത്ര പോഷന്മാരാണോ അവർ ചോദിച്ചെല്ലാം കൊടുക്കാനെന്ന് അന്നേരം അവർക്ക് തോന്നിക്കാണും. സാരമില്ല, അവരുടെ വീടുകളിൽ അവിടെ കിടപ്പില്ലേ, ഉണ്ടല്ലോ, അവർ പണിതായിരിക്കുന്ന എല്ലാ വീടൊന്നും എടുത്തുകൊണ്ടല്ലോ പോയത്. നിങ്ങൾ വീട്ടിൽ കയറി താമസിച്ചു. അയൽക്കാരുടെ പറഞ്ഞു, നിങ്ങളുടെ സ്വർണ്ണം ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങളുടെ വീട് മുഴുവൻ നിൽക്കില്ലേ. ദൈവം അനീതി ചെയ്യുന്നവനല്ല. ദൈവം അവരുടെ സ്വത്ത് അവിടെ ഇട്ടു. അപ്പോൾ ആഭരണങ്ങൾ കൊടുത്തതായിരിക്കുന്ന അയൽക്കാർക്ക് അവരുടെ സ്വത്തുക്കൾ കിട്ടി. അവരെ കൃഷി ചെയ്തിരുന്ന നിലങ്ങളും ഭൂമികളും അവരുടെ വിളവുകളും അതുപോലെ അവർ പണിതായിരിക്കുന്ന ഗോശാലകളും അവർ പണിതായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന വീടുകളും മിസ്രൈമർക്ക് കിട്ടി. അപ്പോൾ അവരെ കൊള്ളയടിച്ച് അനീതിയല്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട്. അനീതിയല്ല. അവർക്ക് 430 വർഷം അവരധ്വാനിച്ചതിൻ്റെ കൂലി കിട്ടണ്ടേ? കൂലി കിട്ടണം. തലമുറകളായിട്ട് അധ്വാനിച്ചതല്ലേ, വേണ്ടേ? അവരവിടെ ഇട്ടിട്ട് പോകുന്നതായിരിക്കുന്ന വീടുകൾക്ക് വില കിട്ടണ്ടേ? വില കിട്ടണം. അതുമാത്രമേ ദൈവം കൊടുത്തുള്ളൂ. അത് മുഴുവൻ കൊടുത്തു കാണില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വീട്ടിലെ നമുക്കറിയാമല്ലോ, സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും കൊടുത്താൽ അവരുടെ കൈവശം വരുന്നതായിരിക്കുന്ന ഭൂമിക്കും അതുപോലെ അവർ പണിത് താമസിക്കുന്നതായിരിക്കുന്ന മനോഹരമായ വീടുകൾക്കും പകരമാകും. ഒരുപക്ഷെ ചിലരൊക്കെ ആയിരിക്കും, ചിലതൊന്നും ആയിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് കാര്യങ്ങൾ എന്നുള്ളതായിരിക്കുന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ 11-ാമത്തെ അധ്യായം എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ യാത്രയുടെ ഒരു മുഖവുരയാണ്. അതേക്കുറിച്ച് പറയുന്ന ഒരു നായ പോലും നാവനക്കാതെ ഇസ്രായേൽ മക്കൾ ശാന്തമായി പുറപ്പെട്ടു എന്നാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു.
ഈ ആളുകളെല്ലാം തകൃതിയിൽ പോകുമ്പോൾ മിസ്രൈമിലുള്ള പട്ടികൾ കുറയ്ക്കേണ്ടതാണ്. പറയുന്ന ഒരു പട്ടി പോലും കുറച്ചില്ല. ദൈവത്തിൻ്റെ നിയന്ത്രണമെന്ന് പറയുന്നത് അത്ര വലുതാണ്. ദൈവം എത്ര അതിശയകരമായി തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. മാത്രമല്ല ഫറവോനും തൻ്റെ ജനവും ഇസ്രായേലിനെ വീണ് വണങ്ങി അവരെ പോകുവാൻ അപേക്ഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായി. കാരണം അവർക്ക് മനസ്സിലായി ഇനിയും മിസ്രൈമിൽ തുറന്നാൽ ഇത് വലിയ ആപത്താണ് വരാൻ പോകുന്നതെന്ന്. യഹോവയെ ഭയപ്പെടുവാൻ തക്കവണ്ണം അവൻ ആർ എന്ന ചോദ്യത്തിന് ഫറവോനും അവനോട് ചേർന്ന് നിന്നതായിരിക്കുന്ന മിസ്രൈമ്യർക്കും വ്യക്തമായ ഉത്തരം കിട്ടി. ഇനി അതേക്കുറിച്ച് ഒരു ചോദ്യം അവർക്കില്ല. ഇസ്രായേലിൻ്റെ ദൈവം മിസ്രൈമിലെ ദൈവങ്ങളെ പോലെ അല്ല. അവൻ സർവശക്തനും സർവാധികാരിയും അവനെ സേവിക്കുന്ന ജനങ്ങളെ സ്നേഹിക്കുന്നവനുമാണ്. അവനെ സ്നേഹിക്കുന്നവർക്കും അവനെ സ്നേഹിക്കാത്തവർക്കും തമ്മിൽ വ്യത്യാസങ്ങൾ വരുത്തുന്ന ഒരു ദൈവമാണ് അവരുടെ ദൈവം എന്ന കാര്യം ബോധ്യമായി. അതിന് പ്രകാരം അവരെ ദൈവജനത്തോട് സൗഹൃദ മനോഭാവം കാണിക്കുകയും അവർ ചോദിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം നമ്മുടെ ദൈവം ചെയ്തതായിരിക്കുന്ന പ്രവൃത്തികളാണ്. ഒടുവിലൊരു കാര്യം അവരെ സമ്മതിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് സത്യദൈവം, മിസ്രൈമിലെ നമ്മുടെ ദേവന്മാരല്ല. കാര്യം അവർക്ക് നന്നായി ബോധ്യമായി കാണും. നന്നായി അവരുടെ ഫറവോനും അവൻ്റെ സൈന്യവും വലിയ ശക്തമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമാണെങ്കിലും ഇസ്രായേൽ മക്കളുടെ ദൈവത്തിന് മുൻപാകെ അതൊന്നുമില്ല എന്ന് മാത്രമല്ല, അടുത്ത അധ്യായങ്ങൾ വരുമ്പോൾ ചെങ്കടലിൽ വിഭാഗിക്കപ്പെടുമ്പോൾ ലോകത്തിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത സംഭവം. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ പ്രകൃതിയിൽ മേലും പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു ദൈവമാണ്. അപ്പോൾ ദൈവത്തെ അറിയുവാനായിട്ട് ദൈവം നമുക്ക് തരുന്നതായിരിക്കുന്ന അവസരങ്ങൾ നാം ഉപയോഗിക്കണം. മിസ്രൈമിൽ അത് ഉപയോഗിച്ചില്ല എന്നുള്ളത് അവരുടെ ഭാഗത്തെ വലിയൊരു കുറവാണ്. അവർക്ക് സത്യദൈവത്തെ അറിയുവാൻ ധാരാളം അവസരം കൊടുത്തിരുന്നു, പക്ഷേ അവരവസരങ്ങൾ ഉപയോഗിച്ചില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം ഇന്ന് സ്വാതന്ത്ര്യമായി ബൈബിൾ വായിക്കാനും ബൈബിൾ സംബന്ധമായ പ്രസംഗങ്ങൾ കേൾക്കുവാനും പുസ്തകങ്ങൾ വായിക്കുവാനും ഒക്കെ ദൈവം അവസരം നൽകുന്നുണ്ട്. ഇന്നത്തെ ടി വിയിൽ കൂടെയും അതുപോലെ തന്നെ ഉള്ളതായിരിക്കുന്ന ഇൻ്റർനെറ്റ് മാധ്യമങ്ങളിൽ കൂടെയും നമുക്ക് സുവിശേഷവും ബൈബിൾ സംബന്ധമായ സത്യങ്ങളും ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ധാരാളം അവസരം ദൈവം തരുന്നുണ്ട്. പക്ഷേ പലരും അത് ഉപയോഗിക്കുന്നില്ല. നമ്മുടെ അവസരങ്ങളെ പാഴാക്കരുത്. ഇന്ന് നാം അതിനെ പാഴാക്കിയാൽ നാളെ നാം വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴി നടക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.